സുഹൃത്തുക്കളെ, നമ്മോട് പല ആളുകളും ചോദിച്ചിരുന്നു കൂരിയാടിന്റെ അവസ്ഥ എന്താണെന്ന്. കൂരിയാട് അവിടെ റോഡിന്റെ വർക്ക്, അതായത് അവിടെ പുതിയ ഒരു ബ്രിഡ്ജാണ് വരുന്നത്. ഏകദേശം 400 മീറ്റർ ആണെന്ന് തോന്നുന്നു. ആ ബ്രിഡ്ജിന്റെ വർക്ക് അതിവേഗത്തിൽ നടക്കുന്നു. അതിന്റെ പൈലിംഗ് പണിയാണ് ചെയ്യുന്നത്. ഒരു പൈലിംഗ് നടത്തിയിട്ടുണ്ട് ഒരു ഭാഗം. അടുത്ത ഭാഗം പൈലിംഗ് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ആയിട്ട് മറ്റു ഭാഗത്ത് വെച്ചിട്ട് അതിന്റെ സ്ലാബ് വർക്ക് നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ പാലം ഏകദേശം 1-2 മാസം കൊണ്ട് ഇവിടെ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവും. അതോടുകൂടി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏകദേശം വർക്കെല്ലാം ഫിനിഷ് ആവും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇവിടെ കട്ട വെച്ചിട്ട് ഹൈറ്റ് വെച്ച സ്ഥലമാണ്. ആ കട്ടയും മണ്ണെല്ലാം നീക്കം ചെയ്തിട്ട് അവിടെ ഈ ഹൈറ്റിനാണ് ഇനി അവിടെ പൈലിംഗ് ചെയ്തിട്ട് ബ്രിഡ്ജായിട്ട് വരുന്നത്. ഏകദേശം 400 മീറ്ററുള്ള പാലം എന്നൊക്കെ പറയാം. ആ വർക്ക് കഴിഞ്ഞാല് മലപ്പുറം ജില്ലയിലെ വർക്ക് ഫിനിഷായി. മുന്നൊക്കെ ഇതിന് 2 ഭാഗം കട്ട വെച്ച് പിന്നെ നെറ്റ് വെച്ച് സൃഷ്ടിയായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ അടിയിൽ നിന്നും മണ്ണൊഴുക്ക് ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആ കട്ടെല്ലാം പുറത്ത് തള്ളി റോഡ് കംപ്ലൈന്റ് ആയി. ഇതാണ് പൈലിങ്ങിന്റെ ഒരു ഭാഗം കഴിഞ്ഞത്. ഇനി ഇത് ഫില്ലറായിട്ട് വരും. ഇതേപോലെ തന്നെ 2 ഫില്ലറും കൂടി വരും തോന്നുന്നു. ഒരു ഫില്ലറിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്, മറ്റേ ഭാഗത്തും ഫില്ലർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2-3 ഫില്ലർ ആകെ ഉണ്ടാവുകയുള്ളൂ. ആ ഫില്ലറിന് റെഡിമെയ്ഡ് ആയിട്ട് മറ്റു ഭാഗത്ത് ഇതിന്റെ സ്ലാബ് വർക്ക് നടക്കുന്നുണ്ടാവും പാലത്തിന്റെ. അപ്പൊ ഇതെല്ലാം ഏകദേശം 1 മാസത്തിന്റെ അടുത്ത സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ഫിനിഷ് ആവും. വർക്കെല്ലാം കഴിയും. അതിമനോഹരമായിട്ട് ഈ പാലം ഈ റോഡും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ തോതിൽ ഗതാഗത തടസ്സമൊക്കെ നേരിടുന്നുണ്ട്. എങ്കിലും ഇതാ KNRC ആണ് തോന്നുന്നതിന്റെ പുതിയ കരാറ്. ആ കരാർ പ്രകാരം വർക്കെല്ലാം നടക്കുന്നുണ്ട്. ഒരേ സമയം ഒരുപാടുണ്ട്. ഈ കട്ടയാണ് മുന്നേ ഉപയോഗിച്ചിരുന്നത്. 2 ഭാഗം കട്ടത്തിൽ ലോക്ക് ചെയ്തതായിരുന്നു, പിന്നെ നെറ്റ് വെച്ചതായിരുന്നു. അന്നൊക്കെ ഒരുപാട് ആൾക്കാർ എഞ്ചിനീയറിംഗ് അത്ഭുതമാണെന്നും കട്ട ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പൊളിഞ്ഞപ്പം പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ല. പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പൊ വർക്ക് നല്ല മെജോറിറ്റി വർക്കാണ്. മുന്നേ തന്നെ ഇത് ചെയ്യാമായിരുന്നു ചോദിച്ചാൽ അതിൻ്റെതായ സമയം ഉണ്ടാകുമെന്ന് കരുതാം. പിന്നെ ഒരു പൈപ്പൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ അടിയിലൂടെ വെള്ളം ഒഴുകാനുള്ള പാടം ഏരിയ ആയതുകൊണ്ട് വെള്ളം ഒഴുകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ മണ്ണെല്ലാം നീക്കം ചെയ്ത് ഇവിടെ പൈലിംഗ് വർക്ക് ഭയങ്കര തകൃതിയായി നടക്കുന്നുണ്ട്. 24 hours വർക്കാണ് കേട്ടത്. അവിടെ ഫുൾ ടൈം വർക്കാണ്. പല കോൺട്രാക്ടിനായിട്ട് ഒരു ഒഴിവില്ലാന്ന് കേട്ടത്. എന്തായാലും ഏകദേശം 1-2 മാസം കൊണ്ട് ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവും. അതോടുകൂടി മലപ്പുറം ജില്ലയിലെ വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷ് ആവും. NH66 നമ്മുടെ ഒരു സ്വപ്നമായ NH66 യാഥാർത്ഥ്യമാകും. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ചില ഭാഗങ്ങളിലെ വർക്ക് നടക്കാറുണ്ട്. ഇതാണ് കൂരിയാടിന്റെ അവസ്ഥ. ഓക്കെ, താങ്ക് യു.